അപ്പം തന്നിരിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് തമ്മിൽ ഗുണിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അതാണെങ്കിൽ ഇത് തമ്മിൽ ഗുണിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് ദാണ്ട് ഈ സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയാം. ഈ 5 ഗുണിക്കും. എന്നിട്ട് ഈ 1 കൂട്ടുമ്പോൾ ആ സംഖ്യ നമ്മൾ ഇങ്ങനെ എഴുതും. 11/2 ഇൻറ്റു 23. അതാണൊക്കെ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ സംഖ്യയെ നമ്മൾ എങ്ങനെ ചിന്തിക്കും? 4 × 2 8 1 9 ചിന്തിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. ഇടയിൽ മൈനസ് ഉണ്ട്. 9/2 ഇൻറ്റു 33 എന്ന് എഴുതും. എന്നിട്ട് പിന്നെ നിങ്ങൾ ചിന്തിക്കും, ഇവർ തമ്മിൽ ഗുണിക്കാൻ ചിന്തിക്കും. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കണക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനായിട്ട് സമയം പോവുകയും ചെയ്യും. ഈ രീതിയിലല്ല നമുക്ക് ഈ ഉത്തരം ചെയ്യേണ്ടുള്ളത്. ഈ ചോദ്യം ചെയ്യാനുള്ള എളുപ്പ വഴി നോക്കിയോ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെയും ഇൻറ്റു 23 ഉണ്ട്, ഇവിടെയും ഇൻറ്റു 23 ഉണ്ടായതുകൊണ്ടും ഇതിൻ്റെ ഇടയിൽ ഒരു മൈനസ് ഉണ്ടായതുകൊണ്ടും ഈ കണക്കിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എടുക്കാം. ഈ 2 കണക്കിൽ നിന്നും 23നെ കോമൺ ആയിട്ട് എടുത്താൽ, കണ്ടോ, ഇവിടുത്തെ 23ഉം ഇവിടുത്തെ 23ഉം നമ്മൾ കോമൺ ആയിട്ട് പൊതുവായിട്ട് എടുത്താൽ ബാക്കി നമുക്ക് എഴുതാം 5.5 മൈനസ് 4.5. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ഗുണിച്ച് നോക്കി ചിന്തിച്ച് നോക്ക്. 23 × 5.5 അതാ ഇവിടെ ഉണ്ട്, മൈനസ് 23 × 4.5 അതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കണക്കിനെ സിംപ്ലിഫൈ ചെയ്ത് ഇതുപോലെ എഴുതണം. എന്നിട്ട് ഉത്തരം നോക്കി. 23 ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ ചിന്തിക്കണം, 5.5യിൽ നിന്നും 4.5 കുറയുമ്പോൾ അരയും അരയും കുറച്ചാൽ പോവും. ബാക്കി 5ഉം 4ഉം കൂടെ കുറച്ചാൽ ഉത്തരം എത്ര വരും മക്കളെ? 5ഉം 4.5യും കുറച്ചാൽ 1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്ര? 23 ഈ ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ. അപ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഇത്. പഠിക്കുക.